മാധവിക്കുട്ടീന്റെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചുപൊട്ടിപ്പോവും. ഒരടുക്കളന്റെ ഉള്ളിൽ കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക. അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ്. ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും, മക്കളും. അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും, പാ വിശക്കണ്. അപ്പൊ ഉപ്പ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോൻ ഇഷ്ടപ്പെട്ട ചമ്മന്തി, രണ്ടാമത്തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി, മൂന്നാമത്തോൻ ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ള. അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിന്റെ ഭാരം ആരും അറിയാതെ കൊണ്ടടക്കുന്നത്. ഞാനൊക്കെ പറയാറുണ്ട്, 4 ദിവസം പെണ്ണുങ്ങൾ പുരയിൽ നിൽക്കാൻ പോയാൽ നമ്മളെ സർവ്വസമാധാനവും പോയി. ഇട്ടത് തന്നെ പിന്നെ എടുത്തിടേണ്ടി വരും. ഉമ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് 2 ദിവസം നമ്മൾ വിചാരിക്കും അടുപ്പിച്ച് തിന്നാന്ന്. 2 ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കാണ്ടി മതിയാവും മനുഷ്യരെ. 4 ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ 2-ാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും. അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാണ്.